102 സീറ്റ് എന്ന ആധികാരിക ജയം. അതായത് സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിച്ചു. 2001 ശേഷമുള്ള ഏറ്റവും വലിയ വിജയമാണ്. എത്രത്തോളം ഒരു ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് ആഞ്ഞടിച്ചത് എന്ന് ഇന്ന് വോട്ടെണ്ണിയപ്പോഴാണ് മനസ്സിലായത്. ഒരു ചരിത്രമാണ് അമ്പിളി. കാരണം ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു 2026. അതായത് കേരള രാഷ്ട്രീയം 2026 മുമ്പും ശേഷവും എന്ന രീതിയിൽ പിൽക്കാലത്ത് ഇനി നമ്മൾ ഭാവി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ആ രീതിയിലാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം ഇതിനകത്ത് UDFിൻ്റെ വൻ വിജയം, UDF പോലും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് അവർ ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത് കാണികളെ ആവേശം കൊള്ളിക്കാനൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്നിട്ട് ഈ പോളിംഗിന് ശേഷം പോലും ഈ 100 സീറ്റ് രാഷ്ട്രീയ വനവാസം ഒക്കെ പറയുമ്പോഴും അതും ഒരു ആവേശത്തിന് പുറത്താണ്. അന്നതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും ഒരു നേതാവ് പോലും 100-നപ്പുറത്തേക്ക് 102 എന്നൊരു നമ്പറിലേക്ക് എത്തുമെന്ന് അവർ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴൊക്കെ നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം അവർ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണോ 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തരംഗം, അതിൻ്റെ അതേ തുടർച്ച അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറത്ത് എന്ന രീതിയിലേക്കുള്ള ഒരു തരംഗമാണ്, ക്ലീൻ ആയിട്ടുള്ളൊരു തരംഗം തന്നെയാണ് UDFിനുണ്ടായിരിക്കുന്നത്. അതൊരു ഭരണവിരുദ്ധത കൃത്യമായി അവിടെ സംഭവിച്ചു. ഒരിക്കലും ഒരു പ്രതിപക്ഷ ടീം UDF ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിച്ചു. ഈ 3 മാസം ആ രീതിയിൽ തന്നെയായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള സമയത്തുണ്ടാകുന്ന കുറേ ചേരിപ്പൊരികൾ ഒഴികെ മാറ്റി നിർത്തിയാൽ കൃത്യമായൊരു ടീം UDF ഇവിടെ പ്രവർത്തിച്ചു. അത് തന്നെയാണ് ഈ 102 എന്ന നമ്പറിലേക്ക് എത്തിയത്. പക്ഷേ അത്രയേറെ പ്രവർത്തിച്ചിടുമ്പോൾ 102 എന്നത് ഒരു പ്രതിപക്ഷത്തോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ UDFിനെ അധികാരത്തിൽ വരട്ടെ എന്നൊരു സ്നേഹം എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധത വലിയ രീതിയിൽ ആഞ്ഞടിച്ചു. അതാണ് ഈ 35 എന്ന നമ്പറിലേക്ക് CPMനെ ഇടതുമുന്നണിയെ കൊണ്ട് എത്തിച്ചു. ഒരു അമ്പേ പരാജയം. കനത്ത ഈ കോട്ടകളൊക്കെ തന്നെ തകർന്നടിഞ്ഞ് തരിപ്പണമാകുമെന്ന് ഒരിക്കൽ പോലും MV ഗോവിന്ദനോ പിണറായി വിജയനോ പ്രതീക്ഷിച്ചില്ല. അതിനപ്പുറത്തേക്ക് മന്ത്രിമാർ, ഈ 18 മന്ത്രിമാരാണ്. മുഖ്യമന്ത്രിയെ മാറ്റി നിർത്താൻ മന്ത്രിമാർ 18 പേരാണ്. 19 പേരിൽ കൃഷ്ണൻകുട്ടി ഒഴിച്ചു നിന്നാൽ 18 പേർ മത്സരിച്ചു. ഇതിൽ ജയിച്ചത് വെറും 13 മന്ത്രിമാർ, 5 മന്ത്രിമാർ മാത്രമാണ് ജയിച്ചത്. മറ്റു കരുത്തന്മാർ 13 പേരും അട്ടപടലം പരാജയപ്പെടുന്നൊരവസ്ഥ. അത് തുടക്കം മുതൽ തന്നെ എല്ലാ മന്ത്രിമാരും, ഈ ആറന്മുളയിൽ വീണ ജോർജ് അടക്കമുള്ള എല്ലാ ബിന്ദു ആയാലും തുടക്കം മുതലേ ഇവർ പരാജയം മണത്തുകൊണ്ടേ ഇരുന്നു എന്നാണ്. ഈ ജയിച്ച മന്ത്രിമാർ, ഈ 5 മന്ത്രിമാർ ജയിച്ചെങ്കിൽ പോലും ഇവരൊക്കെ തന്നെ ഒരു ആശ്വാസ വിജയം ഇവർ നേടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ CPMൽ 35 എന്ന രീതിയിൽ വരുമ്പോൾ CPMും CPIയും അതിൻ്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് അടക്കം തന്നെ ഒരിടത്ത് പോലും വലിയ ഇവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നാണ്. അഥവാ ജയിച്ചവരൊക്കെ തന്നെ അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ യഥാർത്ഥ ചിത്രമൊക്കെ പുറത്തു വരുമ്പോൾ അവർ CPM ജയിച്ചവർ, അതായത് ഇവരെ പരാജയപ്പെടുത്തി 2ാം സ്ഥാനത്ത് വന്നവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് പല പ്രമുഖരും പലയിടത്തൊക്കെ ജയിച്ചത്. എന്തുകൊണ്ടാണ് കൃത്യമായി ഈ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നതിന് വരും ദിവസങ്ങളിലൊക്കെ തന്നെയും CPM കൂലങ്കഷമായി ചിന്തിക്കുന്നു. അതുതന്നെയാണ് MV ഗോവിന്ദൻ ഈ മാധ്യമങ്ങളെ ഫലം വന്ന ശേഷം ആദ്യമായി കാണുമ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നു പറയുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റെടുക്കേണ്ടി വരുമെന്നോ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നോ അവർ പ്രതീക്ഷിച്ചില്ല. അതിനപ്പുറത്തേക്ക് ധർമ്മടത്ത് സാക്ഷാ പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിച്ച ക്യാപ്റ്റൻ തന്നെ ഈ രീതിയിലൊരു അദ്ദേഹത്തിനൊരു തകർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2021 ധർമ്മടത്ത് വിജയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ 5 വർഷങ്ങൾക്ക് ഇപ്പുറം 2ാം പിണറായി കഴിഞ്ഞതിന് ശേഷം ഒരു 3ാം ടൈമിനായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ 7 റൗണ്ട്, ആദ്യത്തെ 7 റൗണ്ട് വോട്ടെണ്ണുമ്പോൾ പോലും അദ്ദേഹം പതറി എന്നതും പല പാർട്ടി കോട്ടകളും കടപുഴകുന്നതാണ് നമ്മൾ കണ്ടത്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ പല മന്ത്രിമാരും MLAമാരും ഒക്കെ വ്യക്തിപ്രഭാവം കണക്കിലെടുത്താണ് പലരും ഇത്തവണയും മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഇനിയുള്ള ദിവസം നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ LDFിലേക്ക് വരുമ്പോൾ CPMനാണ് ഏറ്റവും വലിയ തകർച്ച നേരിട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉറപ്പാണ്. കാരണം CPM 35 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ 45 സീറ്റാണ് UDF നേടിയത്. 21 കോൺഗ്രസ്. അന്ന് ഈ 5 വർഷത്തിന്റെ അവസാന നിമിഷവും വരെയും ഇന്നലെ വരെയും CPM നേതാക്കൾ ഈ 21 എന്ന LDF കോൺഗ്രസിന്റെ 21 എങ്ങനെ അവർ 100ലേക്ക് കടക്കുന്നു പരിഹസിച്ച് കൊണ്ടിരുന്ന അതേ CPM നേതാക്കളാണ് ഇന്ന് മൊത്തത്തിൽ ഇടതുമുന്നണി ഒരു 35ലേക്ക് വരുമ്പോൾ CPM എത്രയാണ്, CPI എത്ര, അതിൽ ഒരുവിധം ഒരു ആശ്വാസം, തമ്മിൽ ഭേദം എന്നൊക്കെ പറയേണ്ടത് CPI തന്നെയാണ്. കാരണം CPI 27 മത്സരിച്ച് അവർ തന്നെയാണ് ഒരുവിധം ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 12 മത്സരിച്ചാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ പിക്ചറിൽ പോലും ഇല്ല. CPMന്റെ കൃത്യമായി CPM എവിടെയൊക്കെ ജയിച്ചവരിൽ നേടിയ ഭൂരിപക്ഷം അതിൽ തകർന്നടിഞ്ഞ് കടപുഴകി വീണ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ് വീണ കരുത്തന്മാരുടെയൊക്കെ കണക്കിൽ എടുക്കുമ്പോഴാണ് അത് ഒരിക്കലും
ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒന്നും തന്നെ CPM എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർക്ക് വിശദീകരിക്കാൻ പറ്റുകയില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. എല്ലാ അർത്ഥത്തിലും CPM പുനഃപരിശോധിക്കേണ്ട, കൂലങ്കഷമായി ചിന്തിക്കേണ്ട, ഇനി എന്താണ് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഘടകകക്ഷികളെ ഇനി എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത്. ഇനി അവർക്ക് ശക്തമായ പ്രതിപക്ഷമായവരുണ്ടാകും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ശക്തമായ പ്രതിപക്ഷമായി വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്തെ നയിക്കാൻ ഇനി ആരാകും? ഇപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത അത് വളരെ വിരളമായ ഒരു സാധ്യത തന്നെയാണുള്ളത്. അതിനപ്പുറത്തേക്ക് ജയിച്ച് നമ്മൾ പ്രതീക്ഷിച്ച മന്ത്രിമാരൊക്കെ KN ബാലഗോപാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലുമൊക്കെ KN ബാലഗോപാൽ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ തന്നെ വളരെ നേരിയ ഭൂരിപക്ഷമാണ്. എങ്കിൽ പോലും അദ്ദേഹമായിരിക്കുമോ പ്രതിപക്ഷത്തെ നയിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകൾ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് UDF ഉണ്ടായിരിക്കുന്ന ഒരു ടീം UDFിൻ്റെ വിജയം 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് അവർ നേടിയ ആ സമരമാർഗ്ഗങ്ങൾ അവർ എങ്ങനെ നയിച്ചിരുന്നു, സർക്കാരിൻ്റെ ഭരണവിരുദ്ധതയെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഴിമതിയെ, സർക്കാരിൻ്റെ വീഴ്ചകളെ അവർ അക്കമിട്ട് നിരത്തിയതൊക്കെ തന്നെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ 5 വർഷത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ ഒരു മികച്ച വിജയം. കാരണം ഈ ഒരു വിജയത്തിൻ്റെ ഉത്തരവാദിത്വം VD സതീശനിൽ മാത്രം കോൺഗ്രസ് ഏറ്റെടുക്കാൻ അവർ അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വിജയമായി തന്നെയാണ് ഏറെക്കുറെ UDFിന്റെ വിജയത്തെ വിലയിരുത്തുന്നു. കാരണം ആ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നമുക്കറിയാം UDF പ്രതിപക്ഷം നേരിട്ട എല്ലാ, അത് ഉപതെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഒരിടത്തു പോലും UDFിന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UDFിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരു തരംഗത്തിൽ എങ്ങനെയാണോ, അതായത് 2021 തരംഗത്തിൽ എങ്ങനെയാണോ LDF കരകയറി LDF ഒരു വമ്പൻ വിജയത്തിലേക്കൊക്കെ മാറിയത്, അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഇപ്പോൾ UDFിലെ ഓരോ സ്ഥാനാർത്ഥികളും. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പേരാമ്പ്രയിൽ ഈ ഫാത്തിമ തഹ്ലിയെ ജയിച്ചതെന്ന് പറയുന്നത് LDF കൺവീനറായ TP രാമകൃഷ്ണനെയാണ് കടപുഴക്കി എറിഞ്ഞിരിക്കുന്നത്. ഇതേ രീതിയിൽ വളരെ ജൂനിയറായ, വളരെ താരതമ്യേന യുവ നേതാക്കളാണ് പലരും പല സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കുമ്പോഴൊക്കെ തന്നെയും വളരെ ജൂനിയറായി. ഈ ധർമ്മടത്ത് പിണറായി വിജയനെ പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത്, അദ്ദേഹത്തിനോടൊപ്പം നിന്നത് സ്ഥാനാർത്ഥി പോലും ഏത് രീതിയിലുള്ള സ്ഥാനാർത്ഥിയാണെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാ അർത്ഥത്തിൽ പോലും CPMനെ അടപടലം പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ CPMനെ ഏറ്റവും അമ്പ രീതിയിൽ പരാജയപ്പെടുത്താനായി UDFിൻ്റെ ഓരോ സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് UDFിന് ഒരു പക്ഷേ ഈ UDF നേതാക്കൾ പറയുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ നേട്ടമാണ്. നേമത്തും ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും താമര വിരിഞ്ഞു. BJPയുടെ ഒരു നേട്ടം എടുത്തു പറയേണ്ടതാണ്. അതായത് സംസ്ഥാനത്ത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP. ഉറപ്പായും അതന്നെയാണ് 2026 മറ്റൊരു നേട്ടം, അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 3 ഇടത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ രീതിയിൽ. കാരണം ഈ എക്സിറ്റ് പോളുകളൊക്കെ 10ഉം 11ഉം ഒക്കെ പറഞ്ഞപ്പോൾ പോലും ഏറ്റവും അവസാന മണിക്കൂറുകൾ അവർ തന്നെ വ്യക്തിപരമായി പറയുന്നത് നിയമം ഉറപ്പായും കിട്ടും, 1 സീറ്റ് എന്ന രീതിയിൽ തന്നെ. കഴക്കൂട്ടം പോലും അവസാന നിമിഷം അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉറച്ച പ്രതീക്ഷ നിയമം മാത്രമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ 3ആയി നിയമവും കഴക്കൂട്ടം ചാത്തന്നൂർ. അതിൽ ആദ്യ വിജയം ചാത്തന്നൂരാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം ചാത്തന്നൂർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു ചാത്തന്നൂർ BJPയെ സംബന്ധിച്ച്. പക്ഷേ ഇത്തവണ 2026 ചാത്തന്നൂരിൽ റീഓപ്പൺ, വീണ്ടും ആദ്യം അക്കൗണ്ട് തുറക്കുന്നത് ചാത്തന്നൂർ തന്നെ ആയിരിക്കുമെന്ന് ഒരു കണക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായി അത് തന്നെ സംഭവിച്ചു. അതിനപ്പുറത്തേക്ക് പാർട്ടിയെ നയിച്ച, മുന്നണിയെ നയിച്ച നേതാവായ രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമമെന്ന് പറയുന്നത് BJPയുടെ ഉറച്ച കോട്ട തന്നെയാണ്, ഒരിക്കൽ അക്കൗണ്ട് തുറന്ന മണ്ഡലം തന്നെയാണ്. അവിടെ വീണ്ടും വളരെ ശക്തമായ പോരാട്ടമാണ് അവിടെ നടന്നത്. ഭൂരിപക്ഷം വളരെ കുറവാണെങ്കിൽ പോലും അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ NDA സംബന്ധിച്ച്, അതിനപ്പുറത്തേക്ക് BJPയെ സംബന്ധിച്ച് അതൊരു ചരിത്ര നേട്ടമാണ്, ഒരു മുന്നേറ്റമാണ്. ഇനി അവർക്ക് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകേണ്ടി വരില്ല എന്നൊരു സൂചനയാണ്. അതിൽ വ്യക്തമായൊരു തെളിവായി തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം. അതിനപ്പുറത്തേക്ക് ഫോട്ടോ ഫിനിഷിലൂടെ 430 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചിരിക്കുന്നത് മറ്റൊരു കരുത്തനാണ്. അത് V മുരളീധരൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ. ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കരുത്തരായ പാർട്ടിയും മുന്നണിയും കേരള രാഷ്ട്രീയത്തിൽ നയിക്കാൻ കരുത്തരായ V മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും നിയമസഭയിൽ എത്തുമ്പോൾ അത് BJPക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന ഊർജ്ജവും കരുത്തും എന്ന് പറയുന്നത് വളരെയേറെ തന്നെയാണ്. ഇനി നിയമസഭ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടു ശീലിച്ച പതിവ് ശീലികൾക്ക് അപ്പുറത്തേക്ക്, ഒരുപക്ഷെ O രാജഗോപാൽ 2016 നിയമസഭയിൽ BJP പ്രതിനിധിയായി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സമര പ്രതിഷേധ മാർഗങ്ങളൊക്കെ ആയിരിക്കും. അന്ന് 2016 ഒരിക്കൽ പോലും BJPയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ നിയമസഭയിൽ നമ്മളൊരു പ്രതിഷേധം കണ്ടിരുന്നില്ല. എന്നാൽ ഇനിയുള്ള നിയമസഭ അങ്ങനെ ആയിരിക്കില്ല. കാരണം
അവിടെ എത്തി നിൽക്കുന്നത് അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ നിയമസഭയിൽ വരുന്നു, MLA ആയി വി മുരളീധരൻ വരുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ നിയമസഭയിൽ കാണാൻ പോകുന്നത് പോലും ഇടത് വലത് എന്നതിനപ്പുറത്തേക്ക് NDAയുടെ ഒരു സമര പ്രതിഷേധ രീതിയും കൂടി നമ്മൾ ഇനി നിയമസഭയിൽ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ 2026 എല്ലാ അർത്ഥത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിലുള്ള പദവി രീതികളെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ശരി, കേരളത്തിൽ 25 വർഷത്തിന് ശേഷമാണ് UDFന് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ്. ഒപ്പം തന്നെ അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ നിയമസഭയിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും ഒരാൾ നിലവിലെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരാൾ മുൻ അധ്യക്ഷനാണ്, കൂടാതെ മറ്റൊരാളുമൊക്കെ ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് അനഘ ചേരുന്നുണ്ട്. അനഘ, വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രേഷ്മയാണ് ചേരുന്നത്. രേഷ്മ, വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറവും അതുപോലെ തന്നെ വയനാടുമായിരുന്നു. പക്ഷേ LDFന്റെ പല കോട്ടകളിലേക്കും UDF കടന്നു കയറി. ലീഗ് 2021 മികച്ച നേട്ടമാണ് ഇത്തവണ. ഒപ്പം തന്നെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ MLA കൂടിയുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അമ്പിളി, വടക്കൻ കേരളത്തിൽ തീർത്തും നമ്മളെ UDF തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. ഫാത്തിമ തഹ്ലിയാണ് ലീഗിലെ MLA ആയി വരുന്ന വനിതാ MLA ആയി വരുന്നത്. പേരാമ്പ്രയിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടായ വിഷയത്തിൽ ഉൾപ്പെടെ തഹ്ലിയയ്ക്ക് അത് അനുകൂലമായി തീർന്നിരിക്കുകയാണ്. LDF സൃഷ്ടിച്ച വിവാദങ്ങളാണ് തഹ്ലിയയ്ക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നത്. LDF തന്നെ നമ്മുടെ LDF കൺവീനറായ TP രാമകൃഷ്ണനെയാണ് തഹ്ലിയ ഇവിടെ മുട്ടുകുത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ നമ്മോട് പറഞ്ഞിരുന്നത് TP രാമകൃഷ്ണൻ പറഞ്ഞിരുന്നതും പ്രതികരിച്ചിരുന്നതും വിവാദങ്ങളൊന്നും ഏശില്ലെന്നും വൻ വിജയത്തോടെ LDF മുന്നേറുമെന്നായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ വോട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ TP രാമകൃഷ്ണന്റെ എല്ലാ കോൺഫിഡൻസും പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ പ്രതികരിക്കാൻ പിന്നീട് തയ്യാറായിരുന്നില്ല. എങ്കിൽ പോലും ജനവിധിയോട് ഞങ്ങൾ യോജിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതേപോലെ നമുക്ക് നോക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ LDFന്റെ സീറ്റുകൾ നോക്കുമ്പോൾ 29 സീറ്റിൽ ബേപ്പൂരിൽ മാത്രമാണ് ഇവർക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. ബേപ്പൂരിൽ തന്നെ 28,000 മുകളിൽ ഭൂരിപക്ഷം നേടിയിരുന്ന റിയാസിന്റെ ഭൂരിപക്ഷം 10 താഴേക്ക് കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. റിയാസിന് പോലും വിചാരിക്കാത്ത തരത്തിലായിരുന്നു ഈ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നായിരുന്നു റിയാസ് ആദ്യഘട്ടത്തിൽ മുതൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെയും UDFന്റെ മുന്നേറ്റം ഉണ്ടായി. എങ്കിൽ പോലും അൻവർ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ് ഉണ്ടായത്. അതേസമയം നമുക്ക് കോഴിക്കോട് ജില്ലയിൽ തോറ്റ പ്രമുഖരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് LDFന് വൻ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മന്ത്രിയായിരുന്ന NCPയുടെ തർക്കം മൂലം തന്നെ എലത്തൂരിൽ തർക്കത്തെ തുടർന്ന് മന്ത്രി AK ശശീന്ദ്രനാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലെ നേതാവായ വിദ്യാ ബാലകൃഷ്ണൻ ഇവിടെ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ, ലിൻഡോ ജോസഫ്, അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരാണ് പരാജയപ്പെട്ട പ്രമുഖർ. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് കടക്കുമ്പോൾ അറിയാം, ധർമ്മടത്ത് പിണറായി വിജയനാണ് ആദ്യഘട്ടം മുതൽ തന്നെ വിറച്ചത്. UDFലെ അബ്ദുൾ റഷീദ് പിണറായിനെ 6 റൗണ്ട് വരെ അബ്ദുൾ റഷീദ് ആയിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത്. അതിനുശേഷം മാത്രമാണ് പിണറായിക്ക് മുന്നേറാൻ കഴിഞ്ഞിരുന്നത്. ഇത് LDF ക്യാമ്പുകളിൽ വൻ നിരാശയായിരുന്നു സമ്മാനിച്ചിരുന്നത്. പിണറായിസത്തിനേറ്റ പ്രഹരം എന്ന തരത്തിലായിരുന്നു ഇത് ജനങ്ങളും വിലയിരുത്തിയിരുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണാം കണ്ണൂരിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതർ വിജയിച്ചു കയറിയതാണ് CPMനേറ്റ മറ്റൊരു തിരിച്ചടി. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറി. ഒപ്പം തന്നെ പേരാവിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന KK ശൈലജയും തോറ്റു. സണ്ണി ജോസഫ് വിജയിച്ചു കയറിയിരുന്നു. ആദ്യഘട്ടം മുതൽ എക്സിറ്റ് പോളിൽ ഉൾപ്പെടെ ശൈലജയുടെ പരാജയം പ്രവചിച്ചിരുന്നു. എങ്കിൽ പോലും ആദ്യ റൗണ്ടുകളിൽ ഉൾപ്പെടെ ശൈലജ മുന്നേറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് സണ്ണി ജോസഫ് ആയിരുന്നു മുന്നേറിയിരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒപ്പം കാസർഗോഡ് എത്തുമ്പോൾ കാസർഗോഡ് BJP ആദ്യ സമയം മഞ്ചേശ്വരത്ത് ലീഡ് നിലനിർത്തിയിരുന്നു. പിന്നീട് ഇത് തൊട്ട് പിന്നാലെ തന്നെ ഇത് കുറയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ്
മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ BJPക്ക് നിരാശ ഏറ്റിരുന്നത്. ഒപ്പം തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുന്നേറുകയും വിജയിക്കുകയും ചെയ്തു. ഇത് UDFന് നല്ല ആത്മവിശ്വാസമായിരുന്നു നൽകിയിരുന്നത്. മലബാർ മൊത്തം എടുത്താൽ തന്നെ LDF പ്രതീക്ഷിച്ച ഒരു സീറ്റും ലഭിച്ചില്ല എന്നത് തന്നെ കനത്ത പ്രഹരമായി മാറുകയായിരുന്നു. നമ്മൾ റിയാസ് ഉൾപ്പെടെ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് മൂന്നാം പിണറായി സർക്കാർ വരുമെന്നായിരുന്നു. എങ്കിൽ പോലും UDF ക്യാമ്പുകളിൽ ഇവർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളായിരുന്നു. ഈ 13 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളും UDF സ്വന്തമാക്കി 13 നേടുമെന്നായിരുന്നു ആദ്യഘട്ടം മുതൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ ജനങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇത് ശരിവെക്കുന്ന രീതിയിൽ ഒരു മണ്ഡലം മാത്രമാണ് കൈവിട്ടിരിക്കുന്നത്. ഈ ഒരു 13 മണ്ഡലം തങ്ങൾക്ക് കയ്യിൽ കരുതാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് വോട്ടെണ്ണലിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രവീൺ കുമാർ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നത്. അതേസമയം ലീഗ് നേതാക്കളും ഉൾപ്പെടെ ഈ ഒരു വിജയം മുന്നിൽ തങ്ങൾ നേരത്തെ കണ്ടിരുന്നു എന്ന തരത്തിലാണ് പ്രതികരിച്ചത്. MK മുനീർ ഇതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് തങ്ങൾ ഈ വിജയം പ്രതീക്ഷിച്ചതാണ്. ബേപ്പൂരിൽ പക്ഷേ ഒരു അട്ടിമറി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നുവെന്നും ബേപ്പൂരിലെ പരാജയത്തിന്റെ കാരണം തിരക്കുമെന്നാണ് MK മുനീർ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. ആകെ മൊത്തം മലബാറിൽ UDF തരംഗം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. അമ്പിളി അങ്ങനെ സംസ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗം ആഞ്ഞടിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. CPMന് ഭരണം നഷ്ടപ്പെടുമ്പോൾ 50 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും CPM ഭരിക്കാത്ത എവിടെയും CPMന് ഭരണമില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തിയത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് MC ബോബനും ചേരുന്നുണ്ട്. ബോബൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു ഇടുക്കി ജില്ല. അവിടെ പറയുകയാണെങ്കിൽ റോഷി അഗസ്റ്റിന്റെ തോൽവി ഒരു വമ്പൻ തോൽവിയാണ്. എങ്ങനെയാണ് വോട്ടെണ്ണിയപ്പോൾ ഇടുക്കിയിൽ സംഭവിച്ചത്? അമ്പിളി, ഇടുക്കി ജില്ലയിൽ 35 വർഷം മുമ്പത്തെ ചരിത്രം ആവർത്തിക്കുകയാണ് UDF. ഇതിനു മുമ്പ് 1991 UDFന് ഇടുക്കിയിൽ 5 സീറ്റുകളും നേടാൻ കഴിഞ്ഞത്. ആ ചരിത്രം ഇപ്പോൾ 35 വർഷത്തിന് ശേഷം ആവർത്തിക്കുന്നു. ഇടുക്കിയിലെ 5 സീറ്റും UDF നേടിയിരിക്കുന്നു. ഈ 5 സീറ്റുകൾ UDF വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത. ഇതിൽ ദേവികുളം ഒഴികെ 4 നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം 20,000-ന് മുകളിലാണ്. തൊടുപുഴയിൽ PJ ജോസഫിന്റെ പിൻഗാമിയായി വന്ന അപ്പു ജോൺ ജോസഫ് 44,000-ഓളം വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അങ്ങനെ വമ്പൻ വിജയം, ഒരുപക്ഷെ UDF ക്യാമ്പുകൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് ഇത്തവണ UDFന് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഇടുക്കി നിയോജക മണ്ഡലത്തിലെ റോഷി അഗസ്റ്റിന്റെ പരാജയം തന്നെയാണ്. ഈ എക്സിറ്റ് പോളുകളും മറ്റും റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്ന് പറയുമ്പോഴും LDF ക്യാമ്പും റോഷി അഗസ്റ്റിനും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തെ തന്റെ പരിചയ സമ്പത്ത് മുതൽക്കൂട്ടാകും. ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകളും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ഇടതു നേതാക്കളും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് 35 വർഷത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ ഇതിനു മുമ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. റോഷി അഗസ്റ്റിന്റെ പരാജയം വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കും. കാരണം UDFിലേക്ക് കേരള കോൺഗ്രസ് പോകുന്നതിനുള്ള ചർച്ചകൾ നടന്നപ്പോൾ ഇതിന് തടയിട്ടതും കേരള കോൺഗ്രസിനെ LDFിൽ പിടിച്ചു നിർത്തിയതും റോഷി അഗസ്റ്റിനാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് പൂജ്യമായി മാറിയിരിക്കുന്നു. അതോടുകൂടി തന്നെ റോഷി അഗസ്റ്റിന്റെ കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ദേവികുളത്താണെങ്കിലും 20 വർഷത്തിന് ശേഷമാണ് ദേവികുളം നിയോജക മണ്ഡലം ഇപ്പോൾ UDF പക്ഷത്തേക്ക് എത്തുന്നത്. പീരുമേട്ടിലും 20 വർഷത്തിന് ശേഷം, അതുപോലെ തന്നെ ഉടുമ്പൻചോലയിൽ 25 വർഷത്തിന് ശേഷം ആണ് ഈ വിജയം UDFന് നേടാൻ കഴിയുന്നത്. ഉടുമ്പൻചോലയിലെ വിജയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം MM മണിയെ മാറ്റി നിർത്തി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രനെ കളത്തിലിറക്കിയാണ് ഇത്തവണ LDF മത്സരിച്ചത്. KK ജയചന്ദ്രൻ മുമ്പ് 3 വട്ടം ഉടുമ്പൻചോലയിൽ നിന്ന് MLA ആയി വിജയിക്കുകയും ചെയ്തയാളാണ്. എന്നാൽ 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ സേനാപതി വേണു ഇവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ നിലനിൽപ്പ് വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഭൂവിഷയങ്ങളിലടക്കം വലിയ ജനരോഷം ഈ സർക്കാരിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെയാണ് ഈ പരാജയത്തെ LDF വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ UDF വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ഇനിയും UDFിൽ നിന്നും ഇടതുപക്ഷത്തിന് ഇടുക്കി പിടിച്ചെടുക്കാൻ ഏതെങ്കിലും കാലത്ത് കഴിയുമോ എന്ന ഒരു വലിയ ചോദ്യവും ആശങ്കയും LDF ക്യാമ്പുകളിലുണ്ട്. അമ്പിളി, ശരി, ഇടുക്കി ജില്ലയും UDFിനൊപ്പം നിന്നു. ബോബൻ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തന്നെ UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു ഇടുക്കി ജില്ല. ഇടുക്കിയിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MC ബോബൻ. ഇനി അനഘ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അനഘ, വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ 3ഉം UDFിനൊപ്പം നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് വയനാട്ടിൽ നിന്നുള്ളത്?
തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് 2 ടേമുകളായി OR കേളു ആണ് ഈ മാനന്തവാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചിരുന്നത്. OR കേളുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉഷ വിജയൻ എന്ന മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത്. OR കേളുവിനെ ഉഷ വിജയന് 77,425 വോട്ടുകളാണ് ലഭിച്ചത്. OR കേളുവിന് 66,882 വോട്ടുകൾ ലഭിച്ചു. കൃത്യമായി പറയുകയാണെങ്കിൽ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉഷ വിജയന് ഇന്ന് ലഭിച്ചത്. ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു വോട്ടിന്റെ ലീഡ് തന്നെ ഉഷ വിജയൻ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള OR കേളുവിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ടേമുകളിലും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള PK ജയലക്ഷ്മിയെ ആയിരുന്നു OR കേളു പരാജയപ്പെടുത്തിയത്. ഏതായാലും ഇതൊരു അട്ടിമറി വിജയം തന്നെയാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് കൽപ്പറ്റയിലേക്ക് വരികയാണെങ്കിൽ കൽപ്പറ്റ MLA ആയിട്ടുള്ള T സിദ്ദിഖ് തന്നെ നിലവിലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 45,031 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് T സിദ്ദിഖ് തുടർച്ചയായി 2ാം വർഷവും കൽപ്പറ്റയെ പ്രതിനിധീകരിക്കുന്നത്. ഈ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ PK അനിൽകുമാറിന് 52,348 വോട്ടുകൾ ലഭിച്ചപ്പോൾ 97,379 വോട്ടുകളാണ് അഡ്വക്കേറ്റ് T സിദ്ദിഖിന് ലഭിച്ചത്. നമുക്കറിയാം, വയനാടിനെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ നടുക്കിയ വലിയ ഒരു ഉരുൾപൊട്ടൽ നടന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. വയനാട്ടിൽ ഈ കൽപ്പറ്റ നിയോജക മണ്ഡലം ഉൾപ്പെടുന്നതാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം തന്നെ 45,000-ലധികം തന്നെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലവിൽ T സിദ്ദിഖ് തുടർച്ചയായി 2ാം വട്ടവും കൽപ്പറ്റയെ പ്രതിനിധീകരിച്ച് ഇനി നിയമസഭയിലേക്ക് എത്തുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇനി സുൽത്താൻ ബത്തേരിയിലേക്ക് വരുമ്പോൾ നിലവിലെ MLA കൂടിയായിട്ടുള്ള മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ തന്നെയാണ് തുടർച്ചയായിട്ടുള്ള 4ാം വർഷവും ഈ ബത്തേരി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. IC ബാലകൃഷ്ണൻ 16,597 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MS വിശ്വനാഥന് 62,339 വോട്ടുകൾ ലഭിച്ചപ്പോൾ IC ബാലകൃഷ്ണന് 78,936 വോട്ടുകളാണ് ലഭിച്ചത്. ഏതായാലും നിലവിൽ UDFന് വയനാട് ജില്ലയിൽ തന്നെ 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി 2 ടേമുകളിലായി മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് LDFന് വിജയിക്കുവാൻ വേണ്ടി സാധിച്ചത്. നിലവിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള OR കേളുവിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ ഒരു വിജയത്തിലേക്ക് ഉഷ വിജയൻ എത്തിയിരിക്കുന്നു. നിലവിൽ IC ബാലകൃഷ്ണൻ തുടർച്ചയായി 4ാം വർഷവും സുൽത്താൻ ബത്തേരിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തും. നിലവിലെ കൽപ്പറ്റ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് T സിദ്ദിഖ് തുടർച്ചയായി 2ാം വർഷവും UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ 3 സ്ഥാനാർത്ഥികൾക്കും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. T സിദ്ദിഖിന് മാത്രം 45,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് T സിദ്ദിഖും വിജയിച്ചിരിക്കുന്നത്. ശരി, ഇത്തവണ വയനാടിൽ 3 മണ്ഡലവും UDFനൊപ്പം നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്ന് അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.